കച്ചവടക്കാർ, ബിസിനസ്സുകാർ, ട്രേഡ് നടത്തുന്ന ആളുകൾ ഇവരൊന്നും സർക്കാരിൻ്റെ ശത്രുക്കളല്ല, സർക്കാരിൻ്റെ മിത്രങ്ങളാണ്. എന്ന് വെച്ചാൽ ഞാൻ അവരെ കാണുന്നത് ജെനുവിൻ ടാക്സ് പേയേഴ്സായിട്ടാണ്, യഥാർത്ഥ നികുതിദായകരായിട്ടാണ് അവരെ കാണുന്നത്. അതിലൊരാൾ അവരുടെ ഒരു കട ഷട്ടറിട്ടാൽ, ഞാൻ ഇന്നും ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് പറഞ്ഞു, അതിൻ്റെ ആദ്യത്തെ വിക്ടിം ഗവൺമെൻറ്റാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ടൈൽസിൻ്റെ കട നടത്തുന്നു കുറേ ആളുകൾ ചെയ്യുന്നു. ഞാനൊരു 5000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുന്നു. ടൈൽസ് കർണാടകത്തിൽ നിന്ന് വരികയാണ്. B2B ബിസിനസ്സും B2C ബിസിനസ്സും ഷെയ്ഡിയായിട്ട് വരികയാണ്. വേറെ വരുമ്പോൾ സർക്കാരിന് നഷ്ടമുണ്ട്. സർക്കാരിൻ്റെ നഷ്ടത്തേക്കാൾ ഗൗരവമുള്ളൊരു കാര്യം ഒരു ജെനുവിൻ ടാക്സ് പെയറിൻ്റെ കട പൂട്ടിപ്പോവാണ്, ഇല്ലേ? അയാൾ ഈ വാടക കൊടുത്ത്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, വാട്ടർ ചാർജ് കൊടുത്ത് ജോലിക്കാരെ ആളെ വെച്ചിട്ട് പോകുന്ന ഒരാൾ ഇല്ലാതാവുകയാണ്. അപ്പോൾ അവരെ ശത്രുക്കളായിട്ടല്ല മിത്രങ്ങളായിട്ടാണ് കാണണം. എന്തെങ്കിലും സിസ്റ്റത്തിന് ലൂപ്ഹോൾ ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ആണ് ശ്രദ്ധിക്കേണ്ടത്. ഗവൺമെൻറ്റാണ് സിസ്റ്റം, ടാക്സേഷൻ സിസ്റ്റവും മറ്റും പെർഫെക്റ്റ് ആകേണ്ടത്. അതുകൊണ്ട് ഒരു സംരംഭകനെയും ശത്രുവായി കാണില്ല. നാട്ടിലുള്ള സംരംഭകരെ കൂടുതൽ അവരുമായിട്ട് നിരന്തരമായി ഇൻട്രാക്ഷൻ ഉണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾ ഏത് സമയത്തും ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ വന്ന് അവതരിപ്പിക്കാനും, ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൽ എടുക്കുന്ന തീരുമാനങ്ങൾ എത്ര ദിവസം കൊണ്ട് അത് തിരിച്ച് നടപ്പാക്കി തരുമെന്ന് ആ മീറ്റിംഗ് തന്നെ റിപ്ലൈ ഉണ്ടാവും. ആ മീറ്റിംഗ് തന്നെ ആ ഇൻവെസ്റ്റേഴ്സ് സെല്ലും നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സിന് അവരുടെ എക്സ്പാൻഷൻ പ്രോജക്റ്റ് വേണം. പണ്ട് ഞാനൊരാൾ ഒരു ചെറുപ്പക്കാരനായിട്ട് ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മുടെ ബാംഗ്ലൂർ എയർപോർട്ടിലെ MD ആണ്, എന്നോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായി പോകുന്നു എന്ന് വിചാരിച്ച ഒരു ബിസിനസ്സിൽ. അപ്പോഴാണ് അതിൻ്റെ എക്സ്പാൻഷനെ കുറിച്ച് ആലോചിക്കേണ്ട സമയം. അവയെല്ലാം നന്നായി പോകുന്നു എന്ന് വിചാരിച്ച് കിടന്നുറങ്ങരുത്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർവെൻഷൻ, അടുത്ത പ്രോജക്റ്റിനെ കുറിച്ച്, അടുത്ത അപ്ഗ്രേഡ് ചെയ്യണതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ സംരംഭകരും 2 കൊല്ലം കഴിഞ്ഞാൽ എന്താകണം അവരുടെ സംരംഭം, 5 കൊല്ലം കഴിഞ്ഞാൽ എന്താകണം അവരുടെ സംരംഭം എന്നുള്ള പ്ലാൻ വേണം. അതിനുള്ള എല്ലാ സപ്പോർട്ടും വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് മാനേജ്മെൻറ്റ് മെൻറ്റേഴ്സ്, ടെക്നോ മെൻറ്റേഴ്സ് ആൻഡ് റിവോൾവിംഗ് ഫണ്ട് ടു ദ ഓൺട്രപ്രണേഴ്സ്. അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്.